ഇന്നൊരു ടീ കേക്ക് റെസിപ്പി കാണാം. പൈനാപ്പിൾ ഫ്ലേവറിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള യെല്ലോ കളർ കേക്കാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതും തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്, അതൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ആവണ ഒരു വെയിറ്റ് ചെയ്യാം. അതൊന്നിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട എടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്ലഫി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 കപ്പ് മൈദാ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 2-3 തവണ അരിച്ച് മാറ്റി വെച്ചതാണ്. അത് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റിച്ചിട്ടുള്ള ഒരു മിൽക്കിൻ്റെയും ബട്ടറിൻ്റെ ആ ഒരു കോമ്പയും കൂടെ ഇതിലേക്ക് ഇടവിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. കേക്കിൻ്റെ ആ ഒരു ചൂടോട് കൂടി തന്നെ മുകളിൽ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടും. നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിലുള്ള കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.